ഹലോ ഗായ്സ്, അപ്പൊ എന്തിനാ ഇവിടൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പുള്ളകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ കോടിയുടെ ബാനറൊക്കെ വെച്ച് ഓടുന്ന രംഗമൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്ന് ഗായ്സ്. അപ്പൊ എന്തായാലും ഈ നിയമം അത്യാവശ്യം ഇത്തിരി നിയമം പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഒരു സാധാരണ പൗരനായിട്ട് വിചാരിക്കും. ഇപ്പൊ ഞാനായാലും എൻ്റെ സഹോദരനായാലും എൻ്റെ ഫ്രണ്ട് ആയാലും ഒരു പുരുഷൻ ഒരു റേപ്പ് കേസിൽ അകപ്പെട്ടാൽ ആ റേപ്പ് ഇപ്പൊ ഞാനിപ്പോൾ ഒരു ഇമെയിൽ അയക്കുകയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പോട്ടെ ഇവിടുത്തെ ഒരു മന്ത്രി, ഇവിടുത്തെ കുറെ മന്ത്രിമാരെയും കുറെ ആൾക്കാരെയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് കേട്ടോ. പിന്നെ കിളവന്മാരുടെ ഒന്നും കാര്യങ്ങൾ പറയാൻ പറ്റില്ല, എന്നെ കൊണ്ട് കൂടുതൽ നിർബന്ധിക്കരുത്. ഹൈ പ്രൊഫൈൽ DP ഉള്ള കുറെ വിവരം കെട്ട വായി നോക്കി കിളവന്മാരുടെ ഒന്നും കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ നാറും. ഇവിടെ പത്രക്കാർക്ക് പിന്നെ ഒരാഴ്ചത്തേക്ക് ചാകരയാവും കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ വായി തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറയുകയും ചെയ്യും. എനിക്ക് കിട്ടുന്ന മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മളൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മളൊക്കെ അവിടെ വെച്ച് പിന്നെ എന്താ പറയുക, ആ ഒരു ബാരിയർ നമ്മൾ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു കയറാൻ അവസരം കൊടുത്തില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എല്ലാം കടന്ന് കയറിയാണ്. അത്രമാത്രം വൃത്തികെട്ടവന്മാരാണ്. ഒരു ചെറുപ്പക്കാരൻ, ഒരു കല്യാണം കഴിക്കാത്ത ഒരുത്തനെ പ്രണയിക്കാൻ വന്ന കുറേ പെണ്ണുങ്ങൾ, കല്യാണം കഴിച്ച കുറേ അവളുമാര് അവനെ അങ്ങോട്ട് കുടുക്കി. സത്യം പറഞ്ഞാൽ ഇതൊരു ഗൂഢാലോചന തന്നെയാണെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ പെണ്ണുങ്ങളെല്ലാം മനഃപൂർവ്വം രാഷ്ട്രീയ എതിരാളികൾ വഴി ഇവനെ കുടുക്കിയതാണ്. ഇവനെ കുടുക്കിയിട്ട് ഇവനെയായിട്ട് പ്രണയം നടിച്ചു. അത് കാരണം എല്ലാവരും അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോയി, പ്രത്യേകിച്ച് വിവാഹം കഴിച്ച സ്ത്രീകളാണ്, അങ്ങോട്ട് പോയി പ്രണയം നടിച്ചു. പിന്നെ അതിനുശേഷം കൂടെ കിടത്തി ഗർഭം ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ ഗർഭം ഉണ്ടാക്കിച്ചു, അല്ലെങ്കിൽ ഗർഭം വരുത്തി വെച്ചിട്ട് പിന്നീട് അതൊന്നിൽ അലസിപ്പോയി, അല്ലെങ്കിൽ ഗർഭം ഛിദ്രം നടത്തി എന്നൊക്കെ പറഞ്ഞു പിന്നീട് പീഡന കേസ്. അല്ലെ കല്യാണം കഴിച്ച് എത്രയോ ആൾക്കാർ ഡിവോഴ്സ് ആയി പോണേ, എത്രയോ ആൾക്കാർ ലിവിങ് ടുഗദർ താമസിച്ച് ഡിവോഴ്സ് ആയി പോണേ. അവരെല്ലാം സെക്ഷൽ ലൈംഗിക വീഴ്ച നടത്തിയിട്ടല്ലേ അവർ പരസ്പരം പിരിഞ്ഞു പോകുന്നത്. പിന്നീട് അവർ കൊണ്ടുവന്ന് അയ്യോ ഞങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയത്തിന്റെ അങ്ങേയറ്റം വരുമ്പോൾ ലൈംഗിക വീഴ്ച ഉണ്ടായി. അങ്ങേയറ്റമൊക്കെ പോയോന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഇവളുമാരുടെ ഒന്നും കാര്യം. അപ്പോൾ എന്തായാലും ഇവന്റെയും കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ലൈംഗിക വീഴ്ചയുടെ ആ ലൈംഗിക വീഴ്ചയിൽ അതിനുശേഷം പിന്നീടുണ്ടായ അവർ തമ്മിലുള്ള പിണക്കത്തിന്റെ ഫലമായി പകപോക്കാനായി അവർ രാഷ്ട്രീയ എതിരാളികളെ കൂട്ടുപിടിക്കുകയും ആ ഭരണത്തിലിരിക്കുന്ന ഏറ്റവും വലിയ ഭരണത്തിലിരിക്കുന്നവരുടെയും സ്വന്തം പാർട്ടിക്കാരുടെയും പ്രതിപക്ഷ പാർട്ടിക്കാരുടെയും ഏറ്റവും വലിയ ശത്രുവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ജനങ്ങൾ മുഴുവൻ അവൻ്റെ കൂടെ. അവൻ ഇത്രമാത്രം കന്നത്തരം കാണിച്ചിട്ടും അവൻ്റെ കൂടെ ജനങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണം അതാ. കാരണം എല്ലാവരും കൂടി ഒരാളിനെ വേട്ടയാടുമ്പോൾ, എല്ലാവരും കൂടി ഒരാളിനെ കല്ലെറിയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ ജനങ്ങൾ അയാളുടെ ഒപ്പം ചേരും. പ്രത്യേകിച്ചും അവൻ കല്യാണം കഴിക്കാത്തവരാണ്. കൂടെ വന്ന പെണ്ണുങ്ങളെല്ലാം കല്യാണം കഴിച്ചവളുമാരും ഭർത്താക്കന്മാരും ഇപ്പം നിലവിലുള്ളവളുമാരുമാണ്. അപ്പോൾ അതിന് എന്താണ് പറയേണ്ടത്, റേപ്പ് എന്നാണ് അവിഹിതം. അതെനിക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും പോട്ടെ, പരാതിക്കാരികളുടെ പരാതി അനുസരിച്ച് നമ്മൾ കേസ് കൊടുത്തു അല്ലെങ്കിൽ കേസ് എടുത്തു എന്ന് ഇവിടെ പോലീസ് തലപ്പത്തിരിക്കുന്ന കുറേ മഹാന്മാരും മഹതികളും പറയുന്നത് കേട്ടോ. ഈ പോലീസ് തലപ്പത്തിരിക്കുന്ന മഹാന്മാരും മഹതികളും അല്പം നിയമമൊക്കെ പഠിച്ചിട്ട് വരണം. പുതിയ സുപ്രീം കോടതി അപ്ഡേറ്റ്സ് ഒക്കെ തൽക്കാലമെങ്കിലും നോക്കണം കേട്ടോ. അല്ലെങ്കിൽ തന്നെ വളരെ മോശമാണ്. കാരണം പോലീസിലും നീതിന്യായ വ്യവസ്ഥയിലും ജനങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതെല്ലാം അങ്ങ് നഷ്ടപ്പെടും. അതായിരിക്കും സംഭവിക്കാൻ പോണേ കേട്ടോ. കാരണം നമ്മൾ ഈ നിയമം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെതിരെ നേരത്തെ പറഞ്ഞു തന്നതാണല്ലോ, ഫ്രണ്ടിനെതിരെ ഒരു പരാതി കൊടുത്തു, റേപ്പ് പരാതി കൊടുത്തു. നീ പരാതി കൊടുത്ത് എങ്ങനെയാണ്, ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു SHOയ്ക്ക് നമ്മളൊരു പരാതി കൊടുക്കണം. ഒരു റേപ്പ് കേസ് ആണെങ്കിൽ നമ്മുടെ അതാത് പോലീസ് സ്റ്റേഷനോ അതാത് ജൂറിസ്ഡിക്ഷനിലെ പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്ക് കൊണ്ടുവന്ന ഒരു പരാതി കൊടുക്കണം. ആ പരാതി അനുസരിച്ച് അവർ FIR ഇട്ട് അന്വേഷിച്ച് ഇതിനകത്ത് എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ സ്ത്രീയുടെ മൊഴി എടുക്കും, അല്ലെങ്കിൽ എൻ്റെ മൊഴി എടുക്കും. ഞാനാണ് കൊടുത്തതെങ്കിൽ എൻ്റെ മൊഴി എടുത്തതിന് ശേഷം ഇവർ അന്വേഷിച്ചിട്ട് പ്രതിക്ക് നോട്ടീസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രതിയെ വിളിച്ചു വരുത്തുക, അറസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ലീഗൽ പ്രൊസീഡിംഗ്. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണ്, വിദേശത്തുള്ള ഒരു സ്ത്രീ, വിദേശത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ ഇമെയിൽ വന്നു. ഇത് കറക്റ്റ് ഇമെയിലാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? കാരണം രാഷ്ട്രീയ എതിരാളികൾ ഒരു വ്യക്തിയെ വെട്ടിവീഴ്ത്താൻ DP ചന്ദ്രശേഖരനെ 58-59 വെട്ടി വീഴ്ത്തി കൊന്നതുപോലെ അവനെ ആ സമയത്ത് വെട്ടി വീഴ്ത്താൻ പറ്റാത്തതുകൊണ്ട് പെണ്ണ് കേസിൽ കുടുക്കിയതാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം 2023-22 തൊട്ട് 22 ആ ഒരു വളരെ കുറച്ച് 3-4 വർഷമായതേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രമാത്രം ജന ശ്രദ്ധ ആകർഷിച്ചിട്ട്. കാരണം അയാളുടെ ടോക്ക്, അയാളുടെ സംസാര രീതി, ഉരുളി കുപ്പേരി പോലുള്ള അയാളുടെ മറുപടി, അതുപോലെ ഭരണകൂടത്തെ എത്രമാത്രം എതിർക്കാവോ, അവരുടെ എല്ലാ കാര്യത്തിനെയും എതിർക്കുക, അതൊക്കെ അയാളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ജനം കണക്കിലെടുത്ത് അയാൾ ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സമയത്ത് അയാൾ എതിരാളികൾക്ക് ഒരു ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു ദുസ്വപ്നമായി മാറും, അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നമായി മാറും എന്നുള്ളൊരവസ്ഥയിൽ ഈ പെണ്ണുങ്ങളെയൊക്കെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറഞ്ഞാൽ എതിരാളികൾ മുതലെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നവൻ്റെ നമ്പർ തേടി പിടിക്കുകയായിരുന്നു ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പർ തേടി പിടിച്ച്
സേവ് ചെയ്ത് അവനെ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട്, അതായത് കുടുംബ പ്രശ്നം, ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാൻ എന്നുള്ളതാണ് അവിടെ വന്ന പോയിന്റ്. ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ കേസും കോടതിയും വക്കീലന്മാരും ഒന്നുമില്ല. നമ്മളൊക്കെ ഒരു പണിയില്ലാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നിടയിൽ ഒരുപാട് കുറേ വർഷമായിട്ട് വക്കീലാണ്. LLM കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് വാങ്ങിച്ച വ്യക്തിയാണ് ഞാൻ. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLM റാങ്ക് വാങ്ങിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെയൊക്കെ ഗൂഗിളിൽ പോയി അടിച്ചു നോക്കിയാൽ മതി. അഡ്വക്കേറ്റ് അനക്ക് അടിച്ചു നോക്കിയാൽ അവിടെ തന്നെ ഗൂഗിളിൽ കിടപ്പുണ്ട്, നമ്മുടെ നമ്പർ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ എന്നിട്ടും ഇത് ചെയ്യാതെ ഒരുപാട് വക്കീലന്മാർ, അങ്ങനെ വക്കീലന്മാരുടെ കോടതി ഉണ്ട്. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ കാരണവരില്ലേ? അപ്പോൾ ഈ കാരണവന്മാരെ ഒന്നും ആലോചിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നവൻ്റെ നമ്പർ തേടി പിടിച്ച് അവനെ ചാറ്റ് ചെയ്ത് ലാസ്റ്റിന് ശേഷം അവനോട് പ്രണയത്തിലായി. പ്രണയത്തിന് ശേഷം അവനെ ഒന്നിൽ വിളിച്ചു വരുത്തുന്നു, അല്ലെങ്കിൽ ഒന്നിലവരുടെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നു, വീട്ടിലേക്ക്. അല്ലാതെ രാഹുൽ ഒരാളെയും അങ്ങോട്ട് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയോ അവൻ്റെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി അവൻ്റെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല. ആദ്യത്തെ പരാതിയായാലും രണ്ടാമത്തെ പരാതിയായാലും അവരവർ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ചെയ്തത് രാഹുൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവൻ്റെ കൂടെ കിടക്കുകയും അല്ലെങ്കിൽ കൂടെ കിടത്തുകയും എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് ഗർഭം ഉണ്ടാക്കിക്കുകയും ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പരാതിയിലാണ് ഒരു പേരും നാടും ഇല്ലാത്ത ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്തോടെ ഇത് ഒരു ബലാത്സംഗം, നമ്മളൊരു അക്രമത്തിന് ഇരയായാലും നമുക്ക് ആ സ്ഥലവും കൂടും പേരൊന്നും ഒന്നും അറിഞ്ഞുവിടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പരാതിക്ക് പോകുന്നത്? അത് പോട്ടെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ബലാത്സംഗ പരാതിയാണ് ഇവിടെ. ഈ പരാതി എന്ന് പറഞ്ഞാൽ ഇമെയിലാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ട്. ഈ ലീഗൽ പ്രൊസീഡിങ്സിനകത്ത് നമ്മളൊരു ഇമെയിൽ ആയാലും എന്തോ ആയാലും ഇവർ വന്ന് 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അല്ലാണ്ട് മുഖ്യമന്ത്രിയുടെ നേരെ നമ്മൾ അനുഭവിച്ച നാടകകഥ വിളിച്ചു പറയുന്ന അല്ല കേസ്, അതല്ല നിയമം. ഇവിടെ മുഖ്യമന്ത്രിമാരെന്ന് രാഷ്ട്രീയ എതിരാളിയാണ്, മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളി. കാരണം എടോ വിജയ എന്ന് വിളിച്ച് സംസാരിക്കാൻ, എടോ വിജയ എന്ന് വിളിക്കുന്നത് വളരെ മോശമായ കാര്യമൊന്നും ഞാൻ പറയത്തില്ല. കാരണം നമ്മളൊക്കെ ഇപ്പം പിണറായി വിജയൻ എന്നല്ലേ പറയണം, അല്ലാണ്ട് നമ്മൾ പിണറായി വിജയൻ മാമാന്ന് വിളിക്കുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ പിണറായി വിജയൻ അച്ചാച്ചാന്ന് വിളിക്കുമോ? നമ്മുടെ ഒരു ഏജ് അനുസരിച്ച് അങ്ങനെ ഒരു അച്ചാച്ചനെ പോലെ പ്രായമുണ്ട്. അപ്പം ആ ഒരു പിണറായി വിജയൻ അച്ചാച്ചാന്നോ പിണറായി വിജയൻ മാമാന്നോ ഒന്നും നമ്മൾ വിളിക്കത്തില്ല. പിണറായി വിജയൻ അല്ലെ ചേട്ടാന്ന് വിളിക്കുമോ? പിണറായി വിജയൻ. പിന്നെ സാറെന്ന് വിളിക്കുക നമ്മൾ അധ്യാപകനെ നമ്മളെ പഠിപ്പിച്ച ആളൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും പേര് തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മമ്മൂട്ടി എന്നല്ലേ പറയണം. നമ്മൾ പറയുന്ന ലാലേട്ടൻ നമ്മൾ മോഹൻലാൽ എന്ന് പറയാം, അല്ലെങ്കിൽ സിദ്ദിഖ് എന്ന് പറയാം. നമ്മൾ അവരെയൊക്കെ എല്ലാവരെയും അങ്ങനെ തന്നെ. എന്തിനാണ് മധു സാർക്ക് എത്രയാണ് മധു സാറെന്ന് ഞാൻ വിളിച്ചത് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ നമ്മൾ മധു എന്നേ പറയൂ അല്ലേ? നമ്മൾ മധു അല്ലാണ്ട് മധു അമ്മാവാന്ന് വിളിക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാവരുടെയും പേരെന്ന് നമ്മൾ പേരിട്ടേക്കുന്നതിനാണ്, പേര് വിളിക്കാനാണ്. അപ്പോൾ എന്തായാലും എടോ വിജയ എന്ന് വിളിക്കുന്നത് എന്തായാലും നമ്മുടെ പിണറായി വിജയൻ അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നീട് ഉരുളയ്ക്കുപ്പേരി പോലെ പിണറായി വിജയൻ ചെയ്യുന്നതിന് കാരണം പിണറായി വിജയൻ ചെയ്യുന്നതിന് 10ാമത്തെ വർഷമാണ്, കാണുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ ഗട്സുള്ള നട്ടലുള്ള ഒരുത്തനായിരുന്നു അവൻ പെണ്ണുപിടിയനോ അവൻ കോഴിയോ എന്തോ കൊപ്പോ ആയിക്കോട്ടെ. പക്ഷേ അവന് ചെയ്യുന്ന തെറ്റുകൾ പറയാൻ ഉള്ള ചങ്കൂറ്റമുള്ള കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ആണൊരുത്തനായിരുന്നു. പിന്നെ ഈ കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ അവനെ തള്ളി പറഞ്ഞു. കാരണം ഇന്നിപ്പോൾ സമരം നടത്തിയതിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. ഞാൻ നോക്കിയപ്പോൾ യുവമോർച്ചയും ഡിവൈഎഫ്ഐയുടെ കുറേ ആൾക്കാർ വന്ന് സമരം വന്നു. ഈ ഡിവൈഎഫ്ഐയിലെ അമ്മമാർക്ക് നാണമില്ലേ? ഞാനൊരു സഖാവിൻ്റെ മകളാണ് കേട്ടോ. ഡിവൈഎഫ്ഐയിലെ ഈ PK ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അവരൊരു പെണ്ണ് കേസിൽ അകപ്പെട്ട ആൾക്കാർ അവിടെ കിടക്കുകയാണ്. അതുപോലെ നമ്മുടെ മുകേഷ് അദ്ദേഹം അവിടെ കിടക്കുകയാണ്. നമ്മുടെ ഗണേശിന് ഗതാഗത മന്ത്രി ഗണേശിനെതിരെ ഇങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം സ്വന്തം തട്ടകത്ത് കൊണ്ടുവന്നിരുത്തി പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് പെണ്ണുങ്ങളോട് പ്രണയിക്കുന്നതും ഇതൊന്നും മോശമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. കാരണം പ്രണയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വല്ലാത്ത അനുഭവമാണ്. അപ്പോൾ പ്രണയിക്കട്ടെ. പക്ഷെ പ്രണയിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ആണും പെണ്ണും ഇങ്ങനെ സ്വന്തം ഇഷ്ടവും സന്തോഷവും സുഖവും എല്ലാം നേടിയതിന് ശേഷം ഒരുത്തൻ മാത്രം എങ്ങനെയാണ് പ്രതിയാവുന്നത്? അപ്പോൾ രണ്ടുപേരും തുല്യമായിട്ട് പ്രതികളല്ലേ? ഒരാണും പെണ്ണും ഒരുമിച്ച് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ ആ ലൈംഗിക വീഴ്ച സമയത്ത് രണ്ടുപേർക്കും ഉണ്ടാവുന്ന സന്തോഷവും ആനന്ദവും രണ്ടുപേരും തുല്യമായിട്ട് നേരിട്ടതാണ്. അപ്പം പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ രണ്ടുപേരും ഒരാൾ മാത്രം എങ്ങനെയാണ് ഒരാൾക്കെതിരെ പരാതി കൊടുക്കുന്നത്? രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ്? എവിടെയാണ് അത് ബലാത്സംഗം? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അതേ കണക്ക് 164 ഈ പരാതി 164 സ്റ്റേറ്റ്മെന്റ് അടുത്തില്ല. അതിനുശേഷം പിന്നീട് ഈ പരാതിക്കാരിയെ വൈദ്യപരിശോധന വേണം. ഇതൊന്നുമില്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു വിവരവും നിയമത്തിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത പോലീസ് തലപ്പത്തിരിക്കുന്ന ഈ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന സ്ത്രീ എന്തുകൊണ്ടാണ് ഇവരൊന്നും നിയമം പഠിക്കാതെ ഈ ഒരു സർക്കാരിന് വേണ്ടി എന്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന യുവമോർച്ച ഡിവൈഎഫ്ഐയുടെ കാര്യം പറഞ്ഞല്ലോ. സ്വന്തം പാർട്ടിയിലിരിക്കുന്ന വലിയ നേതാക്കളെ അവിടെ പ്രതിഷ്ഠിച്ചു. പിന്നെ നമ്മൾ കേട്ട് SFIയുടെ ഓരോ ആൾക്കാരും പെൺപിള്ളാരെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട്
ഒരുപാട് കേട്ട്. കാരണം ഒരു കൊച്ചിനെ തന്നെ ഒളിപ്പിച്ച്, സ്വന്തം പ്രസവിച്ച കൊച്ചിനെ തന്നെ ഒളിപ്പിച്ചു വെച്ച നേതാക്കന്മാരാണ് ഇവിടെ വന്നിരുന്നു ഒരുത്തന്റെ പുറകെ നടന്ന് കോഴി എന്ന് പറഞ്ഞു. ഒന്നുമില്ലല്ലോ, അവന്റെ പെണ്ണുപിള്ളയെ ചതിച്ചിട്ടല്ലല്ലോ പോയത്, അവൻ കല്യാണം കഴിക്കാത്തവനല്ലേ. ഈ പരാതി കൊടുത്ത പെണ്ണുങ്ങളെല്ലാം അവരുടെ സ്വന്തം ഭർത്താക്കന്മാർ ഇപ്പോഴും കൂടെയുണ്ട്. അതൊന്ന് മനസ്സിലാക്കണം, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്ത യുവമോർച്ചക്കാരത്ത് എനിക്ക് പറയാനുള്ളത്, 500 കോടി രൂപയോളം കൊള്ളയടിച്ച് സ്വർണം, 500 കോടി രൂപയോളം വരുന്ന സ്വർണം കൊള്ളയടിച്ച് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഘോരം വാദിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരങ്ങളെ ഭയങ്കരമായിട്ട് ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന, ഹിന്ദു ആചാരത്തെ മുറുകെ പിടിക്കുന്ന, അല്ലെ അവരുടെ നിങ്ങൾ ലംഘിക്കാതെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് ഘോരം വാദിക്കുന്ന ഇവിടുത്തെ BJP യുവമോർച്ച നേതാക്കന്മാർ നല്ല ഒരു സമരം ഈ സെക്രട്ടേറിയറ്റ് കുലുങ്ങുന്ന രീതിയിൽ ഒരു സമരം നടത്താൻ ഇവിടുത്തെ ഇവിടുത്തെ BJP യുവമോർച്ച ആൾക്കാർക്ക് പറ്റിയോ? എന്നിട്ട് നാണമില്ലേ പോയിട്ട് ഒരുത്തൻ കുറെ പെണ്ണുങ്ങൾ അവന്റെ പുറകെ നടന്നിട്ട് പീഡനത്തിന് അല്ലെങ്കിൽ കൂടെ കിടക്കാനായിട്ട് നിന്ന് കൊടുത്തതിന് ശേഷം പിന്നീട് അവനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവന്റെ പുറകെ നടന്നിട്ട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്കൊരു ഉളുപ്പ് തോന്നില്ലേ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ആങ്ങള് നല്ലൊരു RSSന്റെ ഒരു നേതാവായിരുന്നു. നമുക്കതുകൊണ്ട് BJPയോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലെങ്കിൽ പോലും LK അദ്വാനി പോലുള്ള വാജ്പേയി പോലുള്ള മഹാന്മാരായ BJP നേതാക്കന്മാരെ ഭയങ്കരമായിട്ട് ഒരു ആരാധനയോട് കണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സഹതാപം തോന്നും. ഇത്രയും വിവരമില്ലാത്ത അന്തം കമ്മി സഹാക്കന്മാരുടെയും കൂടെയും, അതുപോലെ തന്നെ ഈ ഒരു നിയമത്തിന്റെ ഒരു പരിജ്ഞാനവും ഇല്ലാത്ത പോലീസിന് തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെയും, അതുപോലെ തന്നെ ഈ പിണറായി സർക്കാരിന്റെയും സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി അവർ ചെയ്ത അഴിമതി മറയ്ക്കാനും വേണ്ടി ഈ ഒരുത്തനെ വെച്ച് കരുവാക്കി അവന്റെ പുറകെ അവനെ വേട്ടയാടുന്ന ഈ പിണറായി സർക്കാരിന്റെയും, അതുപോലെ തന്നെ പിന്നെന്താ പറയുക, ഒരു നിയമത്തിൽ ഒരു ABCD അറിയാത്ത കുറെ മഞ്ഞ പത്രക്കാരുടെയും വാക്ക് കേട്ടുണ്ട് ഈ ഇത്രയും തരം താണ കാര്യം യുവമോർച്ച BJPക്കാർ ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു തരത്തിലോ ഒരു സമരം നടത്തിയിട്ടുണ്ടോ? ഇവിടെ CPM പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ സോളാർ കേസ് പീഡന പരാതി കൊടുത്തപ്പോൾ ഇവിടെ രാജിവെക്കണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം സിറ്റി മുഴുവൻ തൂറി നാറ്റിച്ച CPM അത്രമാത്രം സമരം നടത്തി. ഓരോ വീടുകളും സിറ്റിക്കുള്ള ഓരോ വീടുകളും മതിച്ചാടി അവരെ മുറ്റത്തിരുന്ന് തൂറിയ CPMകാരുടെ ഉണ്ട് സഹാക്കന്മാര്. എന്നിട്ടാണ് ലാസ്റ്റ് അവർക്ക് കക്കൂസിൽ പോകാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണ് ആ ഒരു സമരം അവിടെ നിർത്തിയിട്ട് ഈ സഹാക്കന്മാർ പോയത്. അത്രമാത്രം സമരമാണ് നടത്തി ഇല്ലാ കഥ പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് ഇതും. കാരണം ഇതൊരു ബലാത്സംഗമാണെന്ന് ലോകത്തിൽ ഒരു വിവരമുള്ള ഒരൊറ്റ മനുഷ്യൻ വിശ്വസിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം നടന്നിട്ട് അവന്റെ പുറകെ കോഴി എന്നും പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ ആണെങ്കിലും, പ്രത്യേകിച്ചും വേറെ എനിക്ക് DYFIക്കാർ പോയാലൊരു കാര്യമില്ല. കാരണം അവരുടെ സർക്കാരിന്റെ കൊള്ള മറച്ചു വയ്ക്കേണ്ടത് അവരുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് അവർ നിറവേറ്റട്ടെ. പക്ഷെ യുവമോർച്ച ഇതിന്റെ പുറകിൽ നടക്കുന്നത് ഈ പിണറായി DYFIക്കാരും പറയുന്നത് കേട്ടോണ്ടും ഈ മഞ്ഞപ്പത്ര മാധ്യമങ്ങൾ പറയുന്നത് കേട്ടോണ്ടും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ, മഞ്ഞപ്പത്രം മാത്രം നടന്ന മരം വെട്ടി ചാനൽ പോലുള്ള കുറെ മഞ്ഞപ്പത്ര മാഫിയകളുടെയും ഇടയിൽ അവർ പറയുന്നത് കേട്ടോണ്ട് ഇത്ര വലിയ സ്വർണ്ണക്കൊള്ളം നടന്നിട്ടും ഒന്ന് പ്രതികരിക്കാത്ത ഈ യുവമോർച്ചയിലെ പെമ്പിള്ളാരും ആമ്പിള്ളാരും ഒക്കെ ഇതിന്റെ പുറകെ പോയത് കണ്ടപ്പോഴേ ഈ പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പരിഹാസമാണോ പുച്ഛമാണോ തോന്നുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തായാലും 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിട്ടത്. ഒരു ഇമെയിൽ പരാതിയിലാണ്. ഇപ്പം ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് ആരോടെങ്കിലുമൊക്കെ ചാറ്റ്, ഞാനാണെങ്കിൽ മിക്കവാറും എല്ലാ ആൾക്കാരോടും പരിചയമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ 2-3 പ്രാവശ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തന്നെ ഇവരെല്ലാം തിരിച്ച് ഗുഡ് മോർണിംഗ് പറയും, പിന്നെ ഗുഡ് നൈറ്റ് പറയും, പിന്നെ ഉറങ്ങിയോ എന്ന് ചോദിക്കും, പിന്നെ അങ്ങനെ ഒരു 10 ദിവസം ഒരുമിച്ച് ചാറ്റ് ചെയ്താൽ തന്നെ നാളെ അവരെ കട്ടിലോട്ട് ബെഡ്റൂമിലേക്ക് നമ്മളെ വിളിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് മിക്കവാറും ഈ ഭരണ നേതൃത്വത്തിലും പ്രതിപക്ഷത്തിലിരിക്കുന്നതും പോലീസിലിരിക്കുന്നതും എല്ലാം അതൊക്കെ അനുഭവസ്ഥയാണ് ഞാൻ. അതുകൊണ്ട് നമ്മളൊക്കെ ആ ഒരു ബാരിയർ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആരും നമ്മളുടെ പ്രൈവസിയിലേക്ക്, നമ്മുടെ സ്വകാര്യതയിലേക്ക് ആരും നുഴഞ്ഞു കയറുന്നില്ല. നമ്മളൊന്ന് നിട്ടിക്കൊടുത്താൽ, നമ്മളൊരു ഗുഡ് നൈറ്റ് പറഞ്ഞ് ആ ഒരു ഗുഡ് നൈറ്റ് വരുമ്പോൾ നമ്മൾ തിരിച്ചൊരു ഗുഡ് നൈറ്റ് പറഞ്ഞ് ഒരു ലവ് ചിഹ്നം അടിച്ചാൽ തീർന്ന് അവിടെ നമ്മൾ ക്ലോസ്. അതാണ് ഇവിടെ. അപ്പോൾ ഇവനൊക്കെയല്ലേ പെണ്ണുപിടിയന്മാർ. അപ്പോൾ എല്ലാവരും തോണ്ടുന്നുണ്ട് പെണ്ണുങ്ങളെ, അല്ലാണ്ട് എല്ലാവരും ഭയങ്കര ഞങ്ങളങ്ങ് വലിയ പുണ്യാളന്മാരും പുണ്യാളത്തികളുമാണെന്ന് വിചാരിക്കേണ്ട. ഓരോരുത്തനും പുണ്യാളനല്ല. പുണ്യാളന്മാരെല്ലാം നമുക്ക്
നമുക്ക് കുറേ പുന്നാളന്മാരെ അറിയാം. പക്ഷേ ഇവിടെ 10-70 വയസ്സ് കഴിഞ്ഞ കുറേ ഹൈ പ്രൊഫൈൽ DP ഉള്ള കുറേ കിളവന്മാരുണ്ട്. ഒരിക്കലും ആരും വിശ്വസിക്കത്തില്ല ഗായ്സ്. ഒരിക്കലും ഒരു സൊസൈറ്റി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ അവന്മാരെല്ലാം പക്ക പെണ്ണുപിടിയന്മാരെന്ന് പറഞ്ഞാൽ 100% പെണ്ണുപിടിയന്മാരാണ്. ഇതൊരു അനുഭവമുള്ളൊരു വ്യക്തിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്നെ കൊണ്ട് പറയിക്കരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചാകരയായിരിക്കും പത്രക്കാർക്ക്, ചാകര. കാരണം പത്രക്കാർക്ക് മഞ്ഞയാണ് വേണ്ടത്, അവർക്ക് മഞ്ഞയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടൊന്നും പറയിക്കണം. പിന്നെ ഒരു രാഹുൽ മാങ്കുട്ടത്തിൽ അവനൊന്നുമില്ലല്ലോ, അവൻ കല്യാണം കഴിക്കാത്തതല്ല, അവനെ തേടി ഈ പെണ്ണുങ്ങളെല്ലാം വന്ന് പ്രണയിച്ചിട്ട് താല്പര്യമില്ലേ മാറിപ്പോട്ടെ. ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് കോടതി കൊടുക്കുന്നില്ലേ? കല്യാണം കഴിച്ച് എത്രയോ ദിവസം താമസിക്കുന്നു. ഇവിടെ 3-4 കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. പിന്നെ എന്താണ്? അവന് ഇഷ്ടമില്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ല, പരസ്പരം അവർ പിരിഞ്ഞു പോട്ടെ. പിന്നെ എന്തിനാണ് ഒരു പീഡനം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ എതിരാളികൾക്കിട്ട് ചട്ടുവാക്കി കൊടുക്കുന്നത്? പിന്നെ അതുപോലെ ഒരു കേസ് എടുക്കുമ്പോൾ കേസിൻ്റെതായിട്ടുള്ള ലീഗൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണ്ടേ? അല്ലാണ്ട് വെറുതെ ഒരുത്തനെ പിടിച്ചങ്ങ് കേസ് എടുക്കണം. ഇവിടെ ഇന്ത്യയിൽ നിയമമില്ലേ? ഇവിടെ പൗരന്മാർക്ക് അവകാശങ്ങളില്ലേ? ഇപ്പൊ ആർക്കെതിരെയും ആർക്കും കേസ് കൊടുക്കാം. ഒരു ഇമെയിൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവനെ അറസ്റ്റ് ചെയ്യാനെങ്കിൽ പറയുക. ഇതൊക്കെ എവിടുത്തെ നിയമമാണ്? ഇവിടുത്തെ കോടതികൾക്കൊന്നും ഈ നിയമം എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാവാത്തത്? സുപ്രീം കോടതി 8ാം തീയതി ഒരു ഇത് വന്നിരിക്കുന്നു. പിന്നെ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു കേസ്, അഡ്വക്കേറ്റ് പിന്നെ കൊടുത്ത കേസാണ് പീഡന പരാതി. അപ്പോൾ അത് വ്യക്തമായിട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അതൊക്കെ ഒന്ന് പോയി കാണും. സുപ്രീം കോടതി 8ാം തീയതി വന്ന ആ ഒരു വിധിന്യായമൊക്കെ പോയി ആദ്യം തന്നെ ഒരു അപ്ഡേഷൻസ്. ഇവിടുത്തെ പോലീസ് തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഒന്ന് സ്വന്തമായിട്ട് ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് കേസുമായിട്ട് പോകും. അല്ലാണ്ട് ഇത്രയും വിദ്യാഭ്യാസം വിവരമില്ലാത്ത ഭരിക്കുന്ന ആൾക്കാർ പറയുന്ന കേട്ടോണ്ട് നിങ്ങൾ ഇറങ്ങാതെ ആദ്യം അത് മനസ്സിലാക്കുക. ഇവിടെ ഒരു കന്യാസ്ത്രീയുടെ ഒരു ഇത് വന്നപ്പം നമ്മുടെ ഇവിടെ നിയമമന്ത്രി രാജീവ് പറയുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലെന്ന്. അത് എന്തുകൊണ്ട് ഓപ്ഷൻ ഇല്ല? ആരാണിത് പറഞ്ഞത്? എന്ത് നിയമമന്ത്രിയാണ്? ഇയാൾക്ക് എന്ത് നിയമ അവജ്ഞാനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു വിവരവും ഇല്ലാത്ത കുറെ എണ്ണം ഭരിക്കാനായിട്ട് കയറിയിരിപ്പുണ്ട്. എന്തിനാണോ എന്തോ. ആദ്യം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇരുത്തുമ്പോൾ മിനിമം ഒരു ക്വാളിഫിക്കേഷൻ, പ്രത്യേകിച്ചും IPS ഒക്കെ ഉള്ള ആൾക്കാർ AIG IG സ്ഥാനത്തൊക്കെ വരുന്നതിന് മുമ്പേ അത്യാവശ്യം ഒരു LLB അവർ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു LLB അല്ലെങ്കിൽ നിയമം ഒന്ന് പഠിപ്പിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം. അല്ലെങ്കിൽ എല്ലാ മാസവും വരുന്ന ഓരോ ലീഗലായിട്ടുള്ള അപ്ഡേഷൻസ് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഓപ്ഷനെങ്കിലും ഇനി വരുന്ന ഭരിക്കുന്ന സർക്കാരുകൾ ചെയ്യണം. കാരണം ഭരിക്കുന്നവന്മാർക്ക് വിവരമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കൂടെ നിൽക്കുന്ന വലിയ IPS IAS ആൾക്കാർക്കെങ്കിലും അത്യാവശ്യം നിയമം വേണ്ടേ? എങ്കിലല്ലേ ഇവിടെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ ഒരു MLA അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഉപരി ഒരു സാധാരണ പൗരനെ പോലും ഒരിക്കലും ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ ഓരോരോ ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ട്. വെറുതെ ഒരുത്തനെ കയറി നമ്മുടെ വീട്ടിൽ കയറി ഏതൊരു പീഡനം വന്നു ഇവിടെ മെഡിസിനെ പഠിക്കുന്ന എൻ്റെ മോനെ കയറി അറസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ കയറി അറസ്റ്റ് ചെയ്താൽ മതിയോ? അതിനൊക്കെ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ഇല്ല. എവിടുന്ന് ഒരു മെയിൽ വന്നു? ആ മെയിലിന് ആരാണ് മെയിൽ അയച്ചത്? അവർ നേരിട്ട് വരണം. നേരിട്ട് വന്ന് 160 സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ മൊഴി കൊടുക്കണം. എന്നിട്ട് മെയിലിൽ ഒപ്പിടണം. ഇങ്ങനെയുള്ള കുറെ കാര്യമുണ്ട്. വൈദ്യപരിശോധന ചെയ്യണം. ബലാത്സംഗമാണ്. അല്ലാണ്ട് വീട്ടിൽ കയറി കൊള്ളയടിച്ചതല്ല, ബലാത്സംഗമാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ലീഗൽ പ്രൊസീഡിങ്സ് നോക്കിയിട്ടല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അല്ല ചുമ്മാ ഒരുത്തനെ കൊണ്ട് പ്രദർശിപ്പിക്കുക. ഇതിപ്പോൾ വൈദ്യപരിശോധന മറ്റേത് മറിച്ചത്. ഈ ജയിലിൽ അവനെ എങ്ങനെയെങ്കിലും ഒരു ദിവസം ജയിലിൽ ഇടണമായിരുന്നു. പിന്നീട് അവനെ കൂടെ നാട്ടിലെല്ലാം കൊണ്ടു നടന്ന് അവനെ നാണം കെടുത്തണമായിരുന്നു. അവൻ എന്താണ് അവൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ കറക്റ്റാണ്. മുകളിൽ ആകാശവും താഴെ ഭൂമിയും. അവൻ തകർന്നു നിൽക്കുകയാണ്. ഇനി അവൻ എന്ത് തകരാനാണ്? കാരണം ഇവളൊക്കെ അല്ലേ തകരുന്നത്. പിന്നെ അതിജീവിതം എന്നൊന്നും ഞാൻ പറയില്ല. പരാതിക്കാരി, ഈ പരാതിക്കാരികൾക്കെതിരെ പറയുന്ന ആൾക്കാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തങ്ങ് കൊണ്ടുപോകും. ഞങ്ങൾ ഇവളുമാരെന്നല്ല പറയുന്നത്. യഥാർത്ഥ അതിജീവിതയുണ്ട്, ഒരു നടിയുണ്ട്, ആക്രമിക്കപ്പെട്ട നടി. അതുപോലെ യഥാർത്ഥമായിട്ടും ആക്രമിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഇവരെ പിണറായി സർക്കാർ എന്ത് ചെയ്തു? എന്ത് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുത്തു? ഒരു വേടൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ ആൾക്കാർ ഇവരെയൊക്കെ ആര് സംരക്ഷിച്ചു? അവരെന്നും റേപ്പ് ബലാത്സംഗത്തിന് ഇരയായവരല്ലേ? അവരെ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? അപ്പം രാഷ്ട്രീയ എതിരാളിയെ അടിച്ചമർത്താൻ വേണ്ടി ഇവർ നടത്തിയ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ സ്ത്രീകളൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കിത് വായിച്ചെടുക്കുമ്പോൾ ഇതാണ് തോന്നുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെയായിരിക്കും സ്വർണ്ണക്കൊള്ള. 500 കോടിയോളം രൂപ കട്ടെടുത്ത് മോട്ടിച്ച, അതുപോലെ തന്നെ ഇവിടെ നടത്തി സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കറിയാലോ. ഈന്തപ്പഴക്കുരുവിൽ വരെ സ്വർണം